മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പൂരുരുട്ടാതി 4-ാം പാദം, ഉത്തരട്ടാതി, രേവതി അടങ്ങുന്ന മീനം രാശിക്കാരുടെ 2025 ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ 5 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. അതുപോലെ ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ബുധൻ മീനം രാശിയിലാണല്ലോ നിൽക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധന് ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും അങ്ങനെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. മാർച്ച് 29-ാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചിയോഗം നിർമ്മിക്കുന്നതുമായിരിക്കും. ഇത് വളരെ അശുഭകരമായ ഒരു യോഗമാണ്. ഈ യോഗം ഏകദേശം 50 ദിവസത്തോളം, അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ ഉണ്ടാകുന്നതുമായിരിക്കും. മെയ് 18-ാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചിയോഗം അവസാനിക്കുന്നതുമായിരിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം ഉണ്ടാകുന്ന ഈ പിശാചിയോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു. അതായത് 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. 2025 ശേഷം ഇനി വർഷം 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചിയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഈ മാസത്തിൽ നിങ്ങളുടെ 1-ാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ ഒരു ഓവർ ക്രൗഡ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ശനി, രാഹു, ശുക്രൻ, ബുധൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത്. അതോടൊപ്പം പല യോഗങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്നതുമായിരിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിശാചിയോഗം. കൂടാതെ സൂര്യനും രാഹുവും ചേർന്ന് ഗ്രഹണദോഷവും നിർമ്മിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ശരീരക്ഷീണം, ടെൻഷൻ എന്നിവ അനുഭവപ്പെടുന്നതായിരിക്കും. മനസമാധാനവും കുറച്ചൊക്കെ നഷ്ടപ്പെടുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവത്തിലേക്ക് ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി പ്രവേശിക്കുന്നതായിരിക്കും. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. കൂടാതെ ഇവിടെ രാഹുവിൻ്റെ 5-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. കൂടാതെ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാനും സാധ്യതകളുണ്ട്. ഇവ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയത്ത് ബുദ്ധിപൂർവം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. 7-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ബുധനാണ്.
ബുധൻ നിങ്ങളുടെ രാശിയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ബുധന് നീചഭംഗവും ഉണ്ടായിരിക്കുകയാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ ഈ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും. ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് മുൻപ് അതിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. യാത്രകൾക്ക് വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കുന്നതായിരിക്കും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ധാർമ്മിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറയുന്നതായിരിക്കും. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വളരെ കെയർഫുൾ ആയിരിക്കണം. സഹപ്രവർത്തകരുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ബോസുമായി കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും. വരുമാനത്തിൽ ഈ സമയത്ത് വർധന ഉണ്ടാകുവാൻ സാധ്യതകൾ കുറവാണ്. ബിസിനസ്സിൽ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. കടബാധ്യതകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുള്ളതിനാൽ പണമിടപാടുകൾ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. ഇതാണ് മീനം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.